വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 4 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഈ 4 പ്രഗ്നൻസി ലക്ഷണവും കുറച്ച് വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. അതായത് ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണമാണ് ഈ 4 എണ്ണവും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ ലക്ഷണങ്ങളെയും പുതിയ പുതിയ ലക്ഷണങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലരുടെയും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ വന്നാൽ മാത്രമേ പ്രഗ്നന്റ് ആകൂ എന്നുള്ളതാണ്. സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ, അതായത് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പ്രഗ്നൻസിയുടേതാണെന്ന് വിചാരിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ടല്ലോ, വൊമിറ്റ് ചെയ്യുന്നത്, തലറങ്ങി വീഴുന്നത്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പ്രഗ്നൻസിയുടേതാണ് എന്നൊരു ചട്ടക്കൂടിൽ വെക്കുന്ന ലക്ഷണങ്ങളാണ്. എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള വ്യത്യാസം കൊണ്ടും പലർക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ആളുകൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരികയും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ലോങ് ട്രാവൽ ചെയ്യുകയോ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും പ്രഗ്നൻസി നഷ്ടമായി പോകാറുണ്ട്. അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. കാരണം നമ്മുടെ ശരീരമാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ശരീരത്തിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ആ ഒരു പർപ്പസിൽ മാത്രം നിങ്ങൾ ഇതെടുക്കുക. ഈ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്ടഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇൻ കേസ് എക്സ്പെക്ടഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെ അതിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷം, അതും എക്സ്പെക്ടഡ് ഡേറ്റിൽ തന്നെ ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷം പിന്നീട് ബ്ലീഡിംഗ് നിന്ന് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് മന്തിലെ അപേക്ഷിച്ച് ബ്ലീഡിംഗ് കുറവാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് നിങ്ങൾക്ക് രാത്രിയിൽ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മയെ പറ്റിയിട്ടാണ്. നോർമലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ലീപ്പ് എവേക്ക് സൈക്കിൾ നമുക്കുണ്ട്. ഇന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നു, രാവിലെ അലാം വെച്ചിട്ട് നമ്മൾ എഴുന്നേക്കുന്നു. ഈ ഒരു സൈക്കിളിൽ പോകുമ്പോഴേക്കും പല ആളുകൾ കിടന്നുറങ്ങിയതിനു ശേഷം, ഫോണൊക്കെ മാറ്റി വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയതിനു ശേഷം ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. 1 മണി, 2 മണി, 2:30, 3 മണി, ചില ആളുകൾ രാത്രി ഫുള്ള് ഉറങ്ങാതെ ഇരുന്നിട്ട് രാവിലെ ഉറങ്ങുന്നവരുണ്ട്. എന്തുകൊണ്ട് ഇതൊരു പ്രഗ്നൻസി ലക്ഷണമായിട്ട് നമുക്ക് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ചിലപ്പോൾ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ബാക്കിയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഫ്രീക്വന്റ് യൂറിനേഷൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പ്രോപ്പർ ആയിട്ട് കിട്ടാതെ വരുന്നു. പല ആളുകളും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ചിലപ്പോൾ ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ കുറെ വെള്ളം കുടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും എനിക്ക് യൂറിനേഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്നവർ ചിലപ്പോൾ തണുപ്പ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടായിരിക്കും യൂറിനേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വന്റ് യൂറിനേഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. അതായത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്ട്രീം നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാവുക, അങ്ങനെ പല മൂഡ് സ്വിങ്സും പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുമ്പോഴേക്കും ഭയങ്കര ആൻസൈറ്റിയാണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും ഓരോരോ കാര്യങ്ങൾ. ചിലപ്പോൾ അവർ തിങ്ക് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ കുഞ്ഞുണ്ടാവാത്തതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇൻലോസുമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും വിഷയങ്ങളോ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ തിങ്കിങ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ സ്ലീപ്പിംഗ് പോസിബിൾ ആവുകയുള്ളൂ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഓരോന്നിങ്ങനെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉറങ്ങാനായിട്ട് സാധിക്കില്ല. ഇത് നമ്മൾ തന്നെ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല, നമ്മളിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കൊണ്ടും ആൻസൈറ്റി കൊണ്ടും ഒക്കെ നമുക്കുണ്ടാവുന്ന ലക്ഷണമാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ് ആണ്. ഓൾറെഡി നമുക്ക് ഇവിടെ കേരളത്തിൽ നല്ല ചൂടാണ്. ആ ചൂടിന്റെ ഇടയ്ക്ക് ഇപ്പോൾ എയർ കണ്ടീഷണർ യൂസ് ചെയ്യാത്തവർക്കോ ഒക്കെ മുകളിൽ താമസിക്കുന്നവർക്ക്, അപ്സ്റ്റെയറിൽ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ചൂട് ഉണ്ടാകും. അതുപോലെ തന്നെ ഒറ്റനില വീടാണെങ്കിലും ചിലപ്പോൾ റൂമിൽ ഭയങ്കരമായിട്ട് ചൂട് നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പിന്നെയും ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. സാധാരണ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചൂട് വന്നിട്ട് നമ്മുടെ ശരീരം ചിലപ്പോൾ പൊള്ളുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ വരുമ്പോഴേക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം കിട്ടാതായിട്ട് വരുന്നു. പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് തീക്കൊട്ടയിൽ കൊണ്ട് ഇട്ട പോലെ ആയിരിക്കും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതുമൂലവും നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടാണ്, ചില ആളുകൾക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോഴേക്കും എക്സ്ട്രീം ആയിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഈ ടയർഡ്നെസ് കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് രാവിലെ സമയങ്ങളിൽ നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സ്ഥലത്ത് 10 മിനിറ്റ് ഒന്ന്
കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് കിടക്കായിരിക്കും, പക്ഷെ അപ്പൊ തന്നെ ഉറങ്ങിപ്പോകും. ഇത് അവരുടെ കുറ്റമല്ല, കാരണം പ്രൊജസ്ട്രോൾ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അത് നമുക്ക് ഒരുപാട് ടയർഡ്നെസ് കൊണ്ടുവന്ന് തരും. അങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങി പോകുന്നതാണ്, നമ്മൾ തന്നെ വിചാരിക്കാതെ നമ്മൾ ഉറങ്ങി പോകുന്നതാണ്. ഇങ്ങനെ ഡേ ടൈമിൽ നമ്മൾ ഒരുപാട് നേരം ഉറങ്ങുകയാണെങ്കിൽ നൈറ്റ് ടൈം ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു സ്ലീപ്പ് പാറ്റേൺ ഒന്ന് ഡിസ്റ്റർബ് ആകും. നമുക്ക് ഉറക്കം കുറയാനായിട്ടും അവിടെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഉറക്കമില്ലായ്മയാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് വായിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. വായിൽ ഉപ്പ് രസം കൂടുതലായിട്ട് വരിക. ഡിസ്ഗൂസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇതിനെ വിവരിക്കുന്നുണ്ട്. നമുക്ക് സാധാരണയായിട്ട് പല കണ്ടീഷനിൽ ഉപ്പ് രസം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുളിപ്പുള്ള ഒരു സാധനം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊയിനെടുത്ത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ വായിലൊരു ടേസ്റ്റ് വരില്ലേ, ഒരു മെറ്റാലിക് ടേസ്റ്റ് വരില്ലേ, ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഓൾവേസ് നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മുടെ വായ കൂടുതൽ ഡ്രൈ ആയിട്ട് പോകുന്നത്, നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തേഴ്സ്റ്റി ഭയങ്കരമായിട്ടുണ്ടാകും, ദാഹം ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വായ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയി പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നവർക്ക് ഇതുപോലെ സോൾട്ടി ടേസ്റ്റ് വായിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് ഡീഹൈഡ്രേഷൻ, അതായത് ആഡിക്വേറ്റ് ആയിട്ട് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥ. ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വെള്ളമാണോ കുടിക്കുന്നത് അതിനേക്കാളും ഇരട്ടി വേണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ കുടിക്കാനായിട്ട്. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കാർഡിൽ പോസിറ്റീവായിട്ട് വെള്ളം കുടിച്ചാൽ പോരെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങളത് ചെയ്യാനായിട്ട് പാടില്ല. ഇംപ്ലാന്റേഷൻ നമുക്ക് നടക്കുന്ന ടൈം ആണെങ്കിൽ പ്രഗ്നന്റ് ആയ സ്ത്രീ ശരീരം എങ്ങനെ ശ്രദ്ധിക്കുമോ അതനുസരിച്ച് കെയർ നമ്മൾ ശരീരത്തിൽ കൊടുക്കണം. അതനുസരിച്ച് ഭക്ഷണവും നമ്മൾ ശരീരത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം കൂടി അതിനേക്കാളും മുമ്പത്തെ ടൈം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ LMP വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫുഡും അതുപോലെ വെള്ളവും കൃത്യമായിട്ട് എടുക്കുക. ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് പല ബുദ്ധിമുട്ടുകളും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതാണ് നിങ്ങളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഓറൽ ഇൻഫെക്ഷൻസ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വായിൽ കേട് വരുന്നതിനും മറ്റുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനും ചാൻസസ് കൂടുതലാണ്. കാരണം പ്രഗ്നൻസി ആവുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ മറ്റു പല ഹോർമോണിന്റെയും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പല്ലിലും മോണയ്ക്കും ഒക്കെ കേടും ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാക്കും. ഇത് കൂടി കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു സോൾട്ടി ടേസ്റ്റ് വായിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് നമുക്ക് ബാഡ് ബ്രീത്ത് ഉണ്ടാവുക, അതായത് നമുക്ക് വായുമണം അനുഭവപ്പെടുക. നമ്മൾ നല്ലതുപോലെ വാ കഴുകിയാലും നന്നായിട്ട് ബ്രഷ് ചെയ്ത് വാ ക്ലീൻ ചെയ്ത് കൊണ്ടു നടന്നാലും ചില ആളുകൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സോൾട്ടി ടേസ്റ്റ് നമുക്ക് ഉണ്ടാകും വായിൽ. ഇത് ഓർത്ത് ആരും വിഷമിക്കേണ്ട. പ്രഗ്നൻസി കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബാഡ് ബ്രീത്ത് ഉണ്ടായതെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇത് ക്ലിയർ ആയിക്കോളൂ. പിന്നെ നിങ്ങൾ ഓറൽ ഹൈജീൻ കുറേയും കൂടി ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. അടുത്ത റീസൺ ആണ് ഹാർട്ട് ബേൺ എന്ന് പറയുന്നത്. ഈ ഹാർട്ട് ബേണും നിങ്ങൾക്ക് വായിൽ ഉപ്പുരസം ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ ആണ്. കാരണം നെഞ്ചരിച്ചിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ വായിൽ നിങ്ങൾക്ക് മെറ്റാലിക്കോ അല്ലെങ്കിൽ സോൾട്ടി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡൈജഷൻ സ്ലോ ആകും. ദഹനം സ്ലോ ആയി കഴിഞ്ഞാൽ ഹാർട്ട് ബേൺ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ് കേട്ടോ. അടുത്ത റീസൺ ആണ് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നത്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പോകണമെങ്കിൽ ശരീരത്തിൽ ന്യൂട്രിയൻസ് ഉണ്ടാകണം. വിറ്റമിൻ C, B12, ഫോളേറ്റ് ഇങ്ങനെയുള്ള മറ്റുള്ള ന്യൂട്രിയൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ അളവ് ശരീരത്തിൽ കുറവാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വായിൽ ഉപ്പുരസം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്, അതാണ് യൂറിനറി ഇൻഫെക്ഷൻ. യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരം കുറേ കൂടി ഒന്ന് വീക്ക് ആവാനായിട്ട് തുടങ്ങും. അതും ഹോർമോൺസിന്റെ ഇൻക്രീസും എല്ലാം കൂടി കൊണ്ടിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അബ്ഡോമൻ പെയിനും ബാക്ക് പെയിനും ഓവറോൾ ടയർഡ്നെസ്സും ആണ് പല സ്ത്രീകൾക്കും പ്രഗ്നൻസി ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുമ്പോൾ പുകച്ചില്, യൂറിൻ കുറച്ചായിട്ട് പോവുക, ചില ആളുകൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂറിൻ പോവുക, ഭയങ്കര ബാഡ് സ്മെല്ല് യൂറിനിൽ ഉണ്ടാവുക, ഇതെല്ലാം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാണ്. യൂറിനറി ഇൻഫെക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ആദ്യം തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയണം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണിതെന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടറോട് പറയണം. കാരണം പല ആളുകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴേക്കും ഡോക്ടേഴ്സ് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. പലരുടെയും ശരീരത്തിൽ ചിലപ്പോൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ആന്റിബയോട്ടിക്സ് എത്തുന്നത് അത്ര നല്ല കാര്യമല്ല.
പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഡോസേജും കൃത്യമായിട്ട് ക്രമീകരിക്കണം. പ്രഗ്നന്റ് ആയ സ്ത്രീക്ക് കൊടുക്കുന്ന ഡോസേജ് ആയിരിക്കില്ല പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകൾക്കോ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറോട് ആ ഒരു കാര്യം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും ലാസ്റ്റ് ട്രൈമസ്റ്ററിലും ഉണ്ടാവാനായിട്ട് ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും 2 ലിറ്റർ എങ്കിലും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് കുഞ്ഞ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അടുത്ത റീസൺ ആണ്, അടുത്തൊരു സിംറ്റം ആണ് ലൈറ്റ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ലൈറ്റ് സ്പോട്ടിംഗ് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം പല ആളുകൾക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ലെഫ്റ്റ് ഓവർ ബ്ലഡോ അല്ലെങ്കിൽ ആ ടിഷ്യൂസ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ ഇംപ്ലാന്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ലൈറ്റ് കളറിലെ സ്പോട്ടിങ്ങോ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ചില ആളുകൾക്ക് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും ത്രൂ ഔട്ട് ആ ഒരു പ്രഗ്നൻസി സമയത്തും ലൈറ്റ് ആയിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തെങ്കിലും പ്ലസന്റയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല റീസൺസോ കൊണ്ടായിരിക്കും, ഹോർമോൺസിന്റെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ടോ പല സ്ത്രീകൾക്കും ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിംഗ് കഴിഞ്ഞതിന് ഒരു 5 ദിവസമെങ്കിലും ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടിയിട്ട് ലൈറ്റ് സ്പോട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ചിലപ്പോൾ ഒരു ബ്ലീഡിംഗ് ആയി പോകും എന്ന് നിങ്ങൾ തെറ്റിദ്ധാരണയോടുകൂടി നിൽക്കാതെ ഉടനെ തന്നെ പോയി ഡോക്ടറെ കാണുക. കാരണം ചില പ്രഗ്നൻസി ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അതായത് ശരീരം നമുക്കൊരു വാർണിംഗ് സൈൻ തരികയാണ്, പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്, നമുക്ക് അത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ഡോക്ടർ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിലൂടെയോ സപ്ലിമെന്റ്സ് ഫോളോ ചെയ്യുന്നതിലൂടെയോ ബെഡ് റെസ്റ്റ് എടുക്കുന്നതിലൂടെയോ ആ ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിലും ചില ആളുകൾക്ക് ത്രൂ ഔട്ട് ആ ഒരു 9 മന്ത്സ് ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസിയെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ലൈറ്റ് സ്പോട്ടിംഗ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഇൻ കേസ് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്പോട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന നിർദ്ദേശം നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് എടുക്കുക. അത് കുറച്ചു നേരം ബെഡിൽ കിടക്കാന്നല്ല ഉദ്ദേശിച്ചത്. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ബെഡിൽ അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുക. ഒരു തരത്തിലുള്ള ജോലികളും ചെയ്യാനായിട്ട് പാടില്ല. ചില ആളുകളോട് ഡോക്ടർ യൂറിനേറ്റ് ചെയ്യാൻ പോലും പോകരുതെന്ന് പറയാറുണ്ട്. കാരണം ചിലവർക്ക് ട്യൂബ് സെറ്റ് ചെയ്ത് വെക്കും, ചിലർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാകും. അങ്ങനെ കിടന്ന കിടപ്പ് തന്നെ കിടക്കാനായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടർ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് മുൻപോട്ടേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ കണ്ടു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനും നിങ്ങൾ മറക്കരുത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.